നമസ്കാരം. ലോക ഫുട്ബോളിനെ സംബന്ധിച്ച് നിർണായക ദിനമാണിന്ന്. ഒരു ഗോൾ മതി മെസ്സിക്ക് ആ ലോക റെക്കോർഡ് സ്വന്തമാക്കുവാൻ, ക്ലോസയെ മറികടക്കുവാൻ. രാത്രി 10:30 ഓസ്ട്രിയക്കെതിരെ നടക്കുന്ന മത്സരം അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമാണ്. അൾജീരിയക്കെതിരെ നേരത്തെ മെസ്സി ഹാട്രിക് നേടിയിട്ടുണ്ട്. ആ ഹാട്രിക്കിൽ 16 ഗോൾ എന്ന ക്ലോസയുടെ നേട്ടത്തിനൊപ്പം മെസ്സി എത്തുകയും ചെയ്തു. ഒരു ഗോൾ കൂടി നേടിയാൽ ക്ലോസയെ മറികടക്കാം. ആ റെക്കോർഡ് പൂർണ്ണമായും മെസ്സിയുടെ കൈപ്പിടിയിൽ ഒതുങ്ങും. മെസ്സിക്ക് പിന്നിൽ 2 ഗോൾ അകലെ മാത്രം എംബാപ്പെ വരുന്നുണ്ട്. അർജൻറ്റീനയുടെ മത്സരത്തിന് ശേഷം എംബാപ്പയ്ക്കും മത്സരം കടന്നു വരുന്നു ഇറാഖിനെതിരെ. അതുകൊണ്ട് തന്നെ ആ മത്സരവും നിർണായകമാണ് എന്ന് പറയാം. ഇരുവർക്കുമിടയിലെ ഈ മത്സരം തുടർന്നാൽ ഈ ലോകകപ്പിൻ്റെ പല ഘട്ടങ്ങളിലും ഈ ചോദ്യം ഉയർന്നു വരും: മെസ്സിയോ എംബാപ്പയോ? ആരാണ് ഗോൾവേട്ടക്കാരിൽ അന്തിമ റെക്കോർഡിന് ഉടമയാവുക? രണ്ടുപേരും തമ്മിലുള്ള താരതമ്യങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. 2 ശൈലിയിൽ കളിക്കുന്നവരാണ്. രണ്ടുപേരും വ്യത്യസ്തമായ രീതിയിൽ ലോക ഫുട്ബോളിൽ ഇടം പിടിച്ചവരാണ്. രണ്ടുപേരുടെയും ആരാധക വൃന്ദവും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും തമ്മിലുള്ള താരതമ്യത്തിനല്ല മുതിരുന്നത്. പക്ഷേ ലോകകപ്പിൻ്റെ കാര്യത്തിൽ ചില സവിശേഷതകൾ ഇരുവർക്കും ഇടയിൽ കാണാൻ കഴിയും. മെസ്സിക്ക് പ്രായം 39 തൻ്റെ 6ാമത്തെ ലോകകപ്പാണ് മെസ്സി കളിക്കുന്നത്. അതും റെക്കോർഡാണ്. ഈ 6 ലോകകപ്പിൽ 35 വയസ്സിന് ശേഷമാണ് മെസ്സി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്നത് എന്നതാണ് സവിശേഷത. 10 ഗോളുകൾ ഇങ്ങനെ മെസ്സി സ്വന്തം പേരിൽ കുറിച്ചു. കഴിഞ്ഞ ലോകകപ്പായിരുന്നു മെസ്സിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഗോൾ വേട്ട, 7 ഗോൾ. അൾജീരിയക്കെതിരായ ഹാട്രിക്ക് മെസ്സിയുടെ തന്നെ ആദ്യ ഹാട്രിക്കായി മാറുകയും ചെയ്തു. അതും 39-ാം വയസ്സിലാണ് എന്ന് നാം ഓർക്കണം. പക്ഷേ എംബാപ്പയുടെ കാര്യത്തിൽ വ്യത്യസ്തമാണ് സ്ഥിതി. എംബാപ്പയുടെ 3ാമത്തെ ലോകകപ്പ് മാത്രമാണിത്. എംബാപ്പയ്ക്ക് പ്രായം 27. 2018 എംബാപ്പെ ലോകകപ്പിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. എംബാപ്പയെ സംബന്ധിച്ചും കഴിഞ്ഞ ലോകകപ്പായിരുന്നു ഏറ്റവും വലിയ ഗോൾ വേട്ട. 8 ഗോളുകൾ എംബാപ്പെ ആ ലോകകപ്പിൽ നേടി. 6 ലോകകപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ മെസ്സി എല്ലാ സമയത്തും ഗോളടിക്കാൻ കഴിയുന്ന കളിക്കാരനാണ് എന്നതാണ് മറ്റു പ്രത്യേകത. നൈജീരിയക്കെതിരായ മത്സരത്തിൽ 3-ാം മിനിറ്റിൽ ഗോളടിച്ച ചരിത്രം മെസ്സിക്കുണ്ട്. കളിയുടെ അവസാന നിമിഷങ്ങളിലും ഗോളടിച്ച ചരിത്രം മെസ്സിയെ സംബന്ധിച്ച് നമുക്ക് കഴിഞ്ഞ ലോകകപ്പിൽ തന്നെ കാണാൻ കഴിയും. മത്സരത്തിൽ എല്ലാ സമയവും അപകടകാരിയായി മാറുന്ന സ്ട്രൈക്കറാണ് മെസ്സി എന്ന് ചുരുക്കം. എന്നാൽ എംബാപ്പയുടെ ഗോൾവേട്ടയുടെ ചരിത്രം പരിശോധിച്ചാൽ 14-ൽ 13 പിറന്നത് 2ാം പകുതിയിലാണ്. ആദ്യ പകുതിയിൽ ഒറ്റ ഗോൾ മാത്രമാണ് എംബാപ്പെ നേടിയിരിക്കുന്നത്. അത് പെറുവിനെതിരെയായിരുന്നു. തൻ്റെ ആദ്യ ഗോൾ മാത്രമാണ് ആദ്യ പകുതിയിൽ എംബാപ്പെ നേടിയത്. മറ്റു ഗോളുകളെല്ലാം എംബാപ്പെ നേടിയത് 2ാം പകുതിയിലാണ്. എതിർ പ്രതിരോധ നിരക്കാർ കളിച്ചു തളരുന്ന നിമിഷത്തിലായിരിക്കും എംബാപ്പെ ഉയർത്തെഴുന്നേൽക്കുക എന്ന് സാരം. കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിൽ അർജൻറ്റീനയ്ക്കെതിരായ തിരിച്ചുവരവ് നാം ഓർക്കണം. അന്ന് അവസാന നിമിഷങ്ങളിൽ ഹാട്രിക് ഗോളാണ് എംബാപ്പെ നേടിയത്. ഈ പോരാട്ടത്തിൽ എംബാപ്പയെ പൂർണ്ണമായും തള്ളിക്കളയാൻ ഫുട്ബോൾ ലോകത്തിന് കഴിയില്ല. എംബാപ്പയ്ക്ക് മുന്നിൽ ഇനിയും ലോകകപ്പുകൾ വന്നേക്കാം. പക്ഷേ മത്സരത്തിൻ്റെ ഗതികൾ നിശ്ചയിക്കുക ഈ ലോകകപ്പിൽ തന്നെ ആ റെക്കോർഡിലേക്ക് എംബാപ്പയും എത്തുമോ എന്ന കാര്യമായിരിക്കും. മെസ്സിയും വിട്ടുകൊടുക്കില്ല എന്നുറപ്പാണ്. പോരാട്ടം മെസ്സിയും എംബാപ്പയും തമ്മിലാകട്ടെ. നന്ദി, നമസ്കാരം.